സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ട് വാൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഗൈസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഗ്യാസ്പെർണി മാനേജർ, അതുപോലെ തന്നെ നമ്മുടെ 150 ഏകദേശം രൂപ വരുന്ന ആ ഒരു പാക്കാണ് ഗൈസ് ഇന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ മാക്സിമം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മച്ചാമാരെ. അപ്പോൾ ഡിഫൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെറ്റ് ചെയ്യാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി മച്ചാമാരെ നല്ല ഇത് വരുന്നുണ്ട് ലൈറ്റിൻ്റെ, അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആ ഒരു എന്താ പറയുക ഫുള്ള് മഴ ഇതൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ചിലേക്ക് ഇറക്കാം ഗൈസ് നമുക്ക് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഓപ്പണിൻ്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിവിഷൻ റീജിയൻ 1 to 1 തൊട്ട് 3 വരെയുള്ള ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ ഇസ്കോന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണ്ട്. അപ്പോൾ ഓപ്പോണിൻ്റെ കയ്യിലാണ് നമ്മുടെ റൂട്ട് വാൻ ഉള്ളത്, ഗ്രീസ്മാൻ ഉണ്ട്, അതുപോലെ ബ്രൂണോൻ്റെ കാർഡുണ്ട്, പിന്നെ അത്യാവശ്യം കേസ്മറോ, പിന്നെ റോബർട്ടോ കാർലോസ്, നെസ്റ്റ, പുവോള്, പിന്നെ നമ്മുടെ അത്യാവശ്യം നല്ല എല്ലാ കാർഡുകളും അത്യാവശ്യം ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് എങ്ങനെ ഇട്ടാന്ന് നോക്കി നോക്കാം. നമ്മുടെ ഓൾറെഡി ഡബിൾ ബൂസ്റ്റർ ഇട്ടിട്ടില്ല പയ്യൻസ്. അപ്പോൾ ഗൈസ് ഓൾറെഡി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റോഡ്രിയും പിന്നെ നമ്മുടെ ബെല്ലിങ്ങും താഴേക്കാണ് ഗൈസ്, ഓൾറെഡി റെഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് പൊസിഷൻ മാറ്റിയിടാം, സാബിനെ ഇടാം. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതാരാണ് DMF ഗൈസ്. 2 DMF ഞാൻ ഒറ്റയടിക്ക് ഇടുന്നില്ല, കാരണം ചിലപ്പോൾ കളി അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് ബെക്കാമിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാച്ചാണ്. അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മൾ ലിങ്ക് പ്ലേ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ ലിങ്ക് പ്ലേ ഒക്കെ കളിച്ചിട്ട് സെറ്റ് ആയവരൊക്കെ കമൻറ്റ് ചെയ്യാം. എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഗൈസ്, എന്താ പറയുക, എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ഔട്ട് വേഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ലോങ് ബോൾ കൗണ്ടർ ഏതെങ്കിലും മാനേജർ വന്നിട്ട് വേണം എനിക്കൊന്ന് ലിങ്ക് പ്ലേ ഒക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഔട്ട് വേഡ് കളിക്കുന്നവർക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഓൾറെഡി നമ്മുടെ ഗ്രൗണ്ട് ആട്ടോ മച്ചാമനെ, ഓൾറെഡി നമ്മുടെ ഗ്രൗണ്ടാണ്, കസ്റ്റം ചെയ്ത് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ആ സംഭവങ്ങളൊക്കെ എന്തായാലും ഗൈസ് ഈ ഒരു ആനിമേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വെച്ച് നമ്മുടെ ഓപ്പോണിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്, നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് തന്നെയാണ് ഫസ്റ്റ് വെച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി അൺസ്റ്റോപ്പബിൾ ഗൈസ്. അപ്പോൾ കേസ്മറോ 2 നമ്മുടെ റോബർട്ടോ കാർലോസ് ഗൈസ്. ഇന്നൊരു റൗൾ ഉണ്ടായിരുന്നു, നമ്മുടെ ബിഗ് ടൈം റൗൾ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ടു ഗ്രീസ്മാൻ, ഓക്കെ സാബി, മറഡോണ, ഓക്കെ അറിയാണ്ട് തട്ടിപ്പോയി ഗൈസ്. മറഡോണ ടു ഒരു പാസ് ഗൈസ്, നല്ലൊരു പാസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് എടുത്തു, ഓക്കെ നല്ലൊരു പാസ്. മറഡോണ ബാക്കോട്ട്, സാബി, ബെക്കാം, ഓക്കെ മറഡോണ, ഓക്കെ സുവാരസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഒരു നല്ല ഷോട്ട്, എൻ്റെ പൊന്ന് ഗൈസ്. ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഷോട്ട് തന്നെയാണ് ഫസ്റ്റ് ഷോട്ട് അടിച്ചത് ഗൈസ്. ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റിന് ശേഷം റൂമി സുവാരസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഇനിയിപ്പോൾ ഈ കോർണറാണെന്ന് ശരിയാക്കാനുള്ള ഇത് ഒന്ന് റെഡി വരുന്നുള്ളൂ. ഇത് സംഭവം ഇങ്ങനെയൊന്നൊരു ഇത് കിട്ടിയിട്ടില്ല. ചില മാച്ചുകൾ കുഴപ്പമില്ല കണ്ടോ, ഓക്കെ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ മെസ്സിയാണ് അടിച്ചത്, നമ്മൾ ഇത്ര അടുത്തത് അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ റിബറി ഗൈസ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കിട്ടും, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള റൈഗാർഡിനെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ റൗണ്ടിനെ കിട്ടിയവരുടെ കമൻറ്റ് ചെയ്യുക. ഓൾറെഡി എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് വേറൊരു കാർഡാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇനി നമുക്ക് നോക്കി നോക്കാം. ഡ്രോപ്പയ്ക്ക് പകരം വന്ന കാർഡാണ്. അപ്പോൾ ഗൈസ് ഇത് പുതിയതായിട്ടെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് എത്രയെന്ന് അറിയില്ല, 10 ട്രൈ എങ്ങാണ്ട് അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അടിക്കാനൊക്കെ പറ്റുമെന്ന് കേട്ടെ. അതും പുതിയ ആനിമേഷൻ ആയതുകൊണ്ട് വെറൈറ്റി ആനിമേഷനൊക്കെയാണ്. നമ്മൾ 900 ഒക്കെ അടിക്കുന്ന സമയത്ത് വെറൈറ്റി ആനിമേഷൻ കഴിച്ചു. അപ്പോൾ പാസ് സാബി ടു നമ്മുടെ ഗ്രീസ്മാൻ, ബാക്കോട്ട്, ഓക്കെ റോബർട്ടോ കാർലോസ് ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ, ബെക്കാം, സുവാരസ് ഗൈസ്. കേസ്മറോ അടുത്ത് വന്നു. റയാൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ഗൈസ്. ഓക്കെ റൂട്ട് വാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അത്യാവശ്യം കത്തിക്കെടുത്ത ടൈം ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ബെക്കാം, ബാക്കോട്ട്, ഗ്രീസ്മാൻ ടു, ഓക്കെ നമ്മുടെ സുവാരസ്. ഇത് കിട്ടും എടാ. റോബർട്ടോ കാർലോസ് എടുത്തു ഗൈസ്. ഓൾറെഡി നിങ്ങൾ ഈ DMF കളിക്കുന്ന സമയത്ത് ആങ്കർമാനാണ് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി ഡിഫൻസ് ചെയ്ത് നോക്കിയപ്പോൾ പൊട്ടാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. മറഡോണ, ഓക്കെ നെക്സ്റ്റ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു മറഡോണ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ അടിച്ചോ കിട്ടിയില്ല ഗൈസ്. പോയോള് ഇത് നമ്മൾ അടിച്ചോ, ഓക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മറഡോണയാണ് ഗൈസ് ഗോൾ ഇട്ടത്. അപ്പോൾ എന്തായാലും വെച്ചാൽ പറ്റി ഒരു സ്റ്റേഡിയം ആനിമേഷനൊക്കെ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി ഗൈസ് ഹൈ ഗ്രാഫിക്സ് ഇട്ടാലാണ് ആ ഒരു പൂക്കുറ്റിയും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ കസ്റ്റമൊക്കെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അങ്ങനെ ആരെയും മേടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഗ്രീസ്മാൻ, ഓക്കെ റോബർട്ടോ കാർലോസിൻ്റെ പോയി മിസ്പാസ് ആയി പോയടാ. ഓക്കെ ബെക്കാം, മെസ്സി ഒരു പാസ്, ഓക്കെ ഗ്രീസ്മാൻ, സാബി,
സുവാരസ് ഗൈസ്, ഈ ഒരു സുവാരസ് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ ഒരു നല്ല ഷോട്ട് അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ ഗോൾ നമ്മളങ്ങനെ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീസ്മാൻ വെച്ചിട്ട് ഗൈസ്. എനിക്ക് ഒന്ന് അസിസ്റ്റ് ചെയ്ത് നമ്മുടെ മറഡോണ കേട്ടോ. എൻ്റെ പോലെ കിടില് ഗോള്. ഞാനത് പ്രതീക്ഷയില്ല, അവിടെ നിന്ന് സ്റ്റണ്ടിങ് അടിക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ലൊരു പാസ്സായിരുന്നു കേട്ടോ. എൻ്റെ പോലെ ക്ലീൻ ഷോട്ട് ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി ഷോട്ട് അടിച്ച് എന്തായാലും നമ്മൾ 2 ഗോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല ഓപ്പോണന്റ് എപ്പോൾ തിരിച്ചടിക്കുന്നത്. കാരണം ഒന്നാമത് ഗൈസ് ഇപ്പോഴത്തെ മാച്ചിൽ ഡിഫൻസ് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതാണൊരു പ്രശ്നം മിക്ക ആൾക്കാരുടെ. അപ്പം ഓൾറെഡി ഗൈസ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പുതിയ മെയിൻ്റനൻസിൽ അതൊക്കെ മാറ്റി തരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്, എന്താ നടക്കാന്നറിയില്ല. ഓക്കെ, അപ്പോൾ മറഡോണ അക്കൗണ്ട് ഗൈസ് അത് പാസ് ചെയ്ത് റെഡിയായില്ല. ഗ്രീസ്മാൻ എടാ പണിയാവില്ലേ, വലിയ ബ്ലിറ്റ്സ് എങ്ങാനും ആണെങ്കിൽ എടാ കുടുങ്ങി അടിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ മച്ചാൻ അങ്ങനെ അടിച്ചത് റൂഡാന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ നമ്മുടെ ഇതേ ഫസ്റ്റ് ഇംപ്രഷൻ റൂഡാണ് അടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓപ്പോണൻറ്റ് സിംഗിൾ ബൂസ്റ്റർ ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മേടിച്ചിട്ടാണ് പയ്യൻസ് ബൂസ്റ്റർ കൊടുക്കാൻ മറന്നു എന്ന് തോന്നുന്നു. അപ്പം ഫസ്റ്റ് തന്നെ റോഡ് ബാൻഡ് ഒരു ഇതാട്ടോ രണ്ടാം വെച്ചാൽ അവർ ഓൾറെഡി പയ്യൻസ് അധികം നേരം വെച്ചില്ല, അവൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അല്ലേ നമുക്ക് ആ ഒരു സെലിബ്രേഷൻ കാണാമായിരുന്നു. എടാ ഫെർണാണ്ടസ് ഗൈസ്, ഓൾറെഡി ഈ ഒരു പോർവേ ഫെർണാണ്ടസ് ഒക്കെ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് വരും കേട്ടോ. ഓൾറെഡി പുതിയതായിട്ടുള്ള പോർവേ ഈ ഒരു വരുന്ന തിങ്കളല്ല വ്യാഴാഴ്ച തൊട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും എടുക്കണം ഗൈസ്. അപ്പോൾ ബെക്കാം ടു മെസ്സി. ഓക്കെ, ഒരു പാസ്. ഓക്കെ ഗൈസ്, കഫൂന് കിട്ടിയിട്ടുണ്ട്. ഒരു ത്രൂ പാസ് കൊടുക്കാം. ഓക്കെ, എടാ ത്രൂ പാസ് അല്ല, ഹെഡ് അടിച്ചത് ഗൈസ് സുവാരസ്. പക്ഷേ ചേടാ സൈഡിൽ കൂടെ പോയിട്ട് നല്ലൊരു പാസ് ഗൈസ്. നോക്കടാ എന്നാ നൈസ് പാസ് അത് കഫൂൻ്റെ ഗൈസ്. അത് നല്ലൊരു പാസ്സായിരുന്നു. എനിക്കൊന്ന് റൊണാൾഡോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ചിലപ്പോൾ ഹെഡ് ഇട്ടാനേ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത് DG വേഴ്സസ് നമ്മുടെ ഗ്യാസ്പെറിനി കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്, 2 കാർഡും. എടാ ഇത് അടിക്കാൻ പറ്റുന്ന ഗോളായിരുന്നല്ലോ. എടാ പോയി ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 1 ഗോൾ നമ്മൾ അല്ല 2 ഗോൾ നമ്മളും അടിച്ചു, 1 ഗോൾ പയ്യൻസും അടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ നടക്കും നോക്കാം. നമ്മൾ കോസ്റ്റാട്ടിന് ഇട്ടു കേട്ടോ. ബെക്കാം, ഗ്രീസ്മാൻ, സുവാരസ്. എടാ പാസ് ഇട്ടത് മാറിപ്പോയല്ലോ. റോഡ്. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ്, ഫ്രാങ്ക് റിബറി ഒക്കെ എടുത്തിട്ടുണ്ട്. ബെക്കംബർ, സാബി, ബെക്കാം. എടാ ശരി പണിയാവല്ലേ ഗൈസ്. ബ്ലോക്ക് ചെയ്യണം അല്ലേ, എപ്പോഴാണ് പണി വരിക എന്ന് പറയാൻ പറ്റില്ല. കഫു അടിച്ചിട്ടോ. ശേ പുയോട് ഗൈസ്. ഓപ്പോണ്ട് നെറ്റ് പോകുന്നുണ്ട്, ഇത് കറങ്ങി വരുന്നത് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. പക്ഷെ നല്ല രീതിക്ക് പോവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ എന്തായാലും ഡിവിഷൻ പ്രൊമോഷനാണ് ഗൈസ്. എന്തായാലും വെച്ചാൽ അവർ ഇസ്കോയിൽ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 തൊട്ട് 3 വരെയുള്ളവർക്കാണ് തോന്നുന്നു കിട്ടുന്നത്. ഡിവിഷൻ മാച്ചിൽ ഇത്ര റാങ്ക് വേണം, 10 ലക്ഷം അങ്ങനെ. ഗൈസ് ഇത് പണിയായി, നല്ലൊരു മാച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ റോഡായിരുന്നു 1 ഗോൾ അടിച്ചത് ഗൈസ്. അപ്പം നോക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഓപ്പോണൻറ്റ് പോയി തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം, ബഗ്ഗടിച്ച് തിരിച്ചു വരുമോ ഗൈസ്. അപ്പോൾ ഈ ഒരു മാച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ അവരെ 5 ക്ലീൻ ഷീറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഡിവിഷൻ ഇവിടെ പ്രൊമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇനിയും കാർഡുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഫസ്റ്റ് ഇംപ്രഷൻ നടത്തും. പിന്നെ ഓൾറെഡി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഹൻഹാൻഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ അംബാസഡർ പാക്ക് 2 ഇനി ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു റൂട്ടിന് അങ്ങനെ വലിയ കാര്യമായിട്ടൊരു ബോൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ടായിരുന്നു അടിക്കാത്തത്. കിട്ടിയൊരു അടി നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-1 നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊമോഷൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ അവർ അടുത്ത വീഡിയോയിലായിട്ട് ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.